ബിഗ് ബോസ് സീസൺ 7 നടൻ അപ്പാനി ശരത്തും അനീഷും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആദ്യത്തെ ആഴ്ചയിലെ സ്ഥിരം കാഴ്ചയായിരുന്നു. അനീഷിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്ത് ഹൗസിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പാനി ശരത്ത്. ഇതുകൊണ്ട് തന്നെ ക്യാപ്റ്റന് ജയിലിലേക്ക് പോകേണ്ട ഒരാളെ തിരഞ്ഞെടുക്കാമെന്ന് ബിഗ് ബോസ് പറഞ്ഞപ്പോൾ അനീഷ് രണ്ടാമതൊന്നും ആലോചിക്കാതെ തന്നെ അപ്പാനി ശരത്തിന്റെ പേര് പറഞ്ഞതും. സീസൺ ഒരാഴ്ച പിന്നിടാൻ ഒരുങ്ങുമ്പോഴാണ് അപ്പാനി ശരത്ത് ബിഗ് ബോസിലെ അപ്പാനി രവിയായിട്ടാണ് നിൽക്കുന്നത് എന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിൽ കൂടുതലും വരുന്നത്. ഇതിനിടയിൽ അപ്പാനി ശരത്തിൽ നിന്ന് വന്നൊരു ഡയലോഗും ആരാധകർ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാക്കുന്നുണ്ട്. ബിഗ് ബോസ് കഴിഞ്ഞാൽ അനീഷിനെ എയർപോർട്ടിൽ ഇട്ട് തീർക്കുമെന്നാണ് അപ്പാനി ശരത്ത് പറഞ്ഞത്. അപ്പാനി ശരത്തിന്റെ പഞ്ച് ഡയലോഗ് കേട്ട് ശരത്ത് ഇപ്പോഴും അങ്കമാലി ഡയറീസിലെ അപ്പാനി രവി എന്ന ക്യാരക്ടറിന്റെ ഹാങ് ഓവറിൽ തന്നെയാണോ എന്നാണ് പ്രേക്ഷകരുടെ ചോദ്യം. അങ്കമാലി ഡയറീസിലെ അപ്പാനി ശരത്ത് വില്ലനായിട്ടാണ് എത്തിയത്. കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ ഉണ്ടായിരുന്ന റോക്കിയുടേതിന് സമാനമായിട്ടുള്ള നീക്കങ്ങളാണ് അപ്പാനി ശരത്തിൽ നിന്ന് വരുന്നതെന്നും പ്രേക്ഷകർ വിലയിരുത്തുന്നുമുണ്ട്. ദേഷ്യം നിയന്ത്രിക്കാൻ പല ഘട്ടങ്ങളിലും ശരത്തിന് സാധിച്ചിട്ടില്ല. അതുമാത്രവുമല്ല, ഹൗസിലെ പല വനിതാ മത്സരാർത്ഥികളോട് പുച്ഛം നിറഞ്ഞ സമീപനമാണ് ഈ ഒരു അപ്പാനി ശരത്തിൻ്റെത് എന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട്. ഏതാനും ദിവസം മുൻപ് മോർണിംഗ് ടാസ്കിൽ അപ്പാനി ശരത്തിനെ ജിസേൽ റൗഡി എന്ന് വിളിച്ചിരുന്നു. ഇത് നടനെ പ്രകോപിച്ചു. ശരിക്കും റൗഡി എന്താണ് എന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് അപ്പാനി ശരത്ത് അന്ന് ആര്യനോട് പറയുകയും പ്രേക്ഷകർ കണ്ടു. ആദ്യത്തെ ആഴ്ചയിൽ പല പ്ലാനിങ്ങുകളും അപ്പാനി ശരത്ത് നടത്തിയിരുന്നു. എന്നാൽ ബിഗ് ബോസ് ഗെയിം എന്താണ് എന്ന് ശരിക്കും മനസ്സിലാക്കി അപ്പാനി ശരത്ത് ഗെയിമിലേക്ക് ഇറങ്ങൂ എന്നുള്ള ചോദ്യവും ശക്തമാണ്. പ്ലാൻ ചെയ്ത് ബിഗ് ബോസ് സീസൺ 7 ആദ്യം ജയിലിലേക്ക് എത്തിയ ഒരു മത്സരാർത്ഥിയായി അപ്പാനി ശരത്ത് മാറി എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ട്രോളുകൾ. കഴിഞ്ഞ ദിവസം അനുമോളെ കുറിച്ച് മോശമായിട്ട് അപ്പാനി ശരത്ത് പറഞ്ഞിരുന്നു. ജയിലിൽ അനുമോളാണ് അപ്പാനി ശരത്തിനോടൊപ്പം ഉണ്ടായിരുന്നത്. ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും ജയിലിനുള്ളിലെ പെർഫോമൻസിലൂടെ രസകരമായിട്ടുള്ള കണ്ടന്റ് ഉണ്ടാക്കാൻ ഇരുവർക്കും കഴിഞ്ഞു.